ഹലോ, നമസ്കാരം. അപ്പൊ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവര് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യുമ്പോ ബെല്ലൈക്കൺ വരും. അതില് ഒന്ന് അടിച്ചു പൊട്ടിച്ചാലും 3 ഓപ്ഷൻ വരും. അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ ഇടുന്ന വീഡിയോസ് ഷോർട്സ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ, കാണുക, അതിലൂടെ ലൈക്ക് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. ഈ വീഡിയോ എന്തായാലും ഫുള്ളായിട്ട് കാണാം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ട്രിവാൻഡ്രം വേഴ്സസ് കണ്ണൂർ. നമ്മളൊരു 10 വാക്ക് സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്റെ നാട്ടിൽ എന്താ പറയുന്നത്, എന്റെ നാട്ടിൽ എന്താ പറയുന്നത് എന്നുള്ളത് നോക്കാം നമുക്ക്. അപ്പൊ നിങ്ങളുടെ നാട് ഏതാന്ന് ഈ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യാം. കൂടാതെ നമ്മൾ പറയുന്ന വാക്കുകൾ നിങ്ങളുടെ നാട്ടിൽ എന്താന്ന് പറയുന്നതും കൂടെ കമന്റ് ചെയ്യാം. ഒരുപോലത്തെ വാക്ക് എത്ര നാട്ടിൽ വരുമെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ലെറ്റ്സ് സ്റ്റാർട്ട്. പപ്പങ്ങ, കർമസ, തോറപ്പ, ചൂല്, ചവറുപോയി, കാറ്റഗറി. നമ്മളിവിടെ വന്ന് കാട്ടഗോരി ആയിപ്പോയി. പിന്നെ നമ്മാട്ടി, പടത, കുളിച്ചിക്ക, ബൊമ്പിളിക്ക, മത്തങ്ങയല്ല പൂശടിക്ക. വന്നതാ നമ്മളെ ഇവിടെ ആയിപ്പോയേ. പൂശടിക്ക, വത്തങ്ങ, കമ്പിളി നാരക, മാതള നാരക, ചിലന്തി, വണ്ണ, പക്കി. ഇത് കേൾക്കുമ്പോ ചിരി വരുന്നില്ലേ? ചിരി വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ എന്തായാലും ഈ ഒരു വാക്കിന് ഏതെങ്കിലും നാട്ടിൽ ഈ പൂമ്പാറ്റൊക്കെ പക്കീന്ന് പറയുന്നുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യണം. എന്റെ നാട്ടിൽ ട്രിവാൻഡ്രത്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരെ. പക്ഷെ ഞാൻ എന്റെ നാട്ടില് ഇതിനെ പക്കീന്നാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താന്ന് പറയുന്നതെന്ന് മറക്കാതെ ഈ ഒരു വാക്കെങ്കിലും നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നത് എന്തായാലും കമന്റ് ചെയ്യാം. നമ്മുടെ നാട്ടിൽ എന്താ പറയും? പക്കി. നിങ്ങളുടെ നാട്ടില് പൂമ്പാറ്റ. നിങ്ങളുടെ നാട്ടിൽ എന്താന്ന് മറക്കാതെ കമന്റ് ചെയ്യണം. നെക്സ്റ്റ് കവാലം, കവള്. അപ്പൊ ഇതാണ് 10 വാക്ക്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ, നിങ്ങളുടെ നാട്ടിൽ എന്താ ഈ പക്കി എന്നുള്ള ഇത് ഉറപ്പായിട്ട് നിങ്ങൾ കമന്റ് ചെയ്യണം. നിങ്ങളുടെ നാട്ടിൽ ചിലപ്പോ റയർ ആയിട്ടായിരിക്കും, അധികം ആൾക്കാരെ എന്തായാലും കമന്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ ഡ്രസ് എങ്ങനെയുണ്ട്? ഒരുപോലെയല്ലേ? നമ്മള് നമ്മുടെ വിഷുവിന് എടുത്തതാണ്. എന്റെ അമ്മായിയമ്മ തച്ചതാണ്. എന്റെ അമ്മായിയമ്മ ഞങ്ങള് ഇന്നലെ പോയി, ഞങ്ങളൊരു വീഡിയോ ഇട്ടില്ല അമ്പലത്തില്. ആ അമ്പലത്തില് വിഷുവിലാണ് ഉത്സവം ഉണ്ടാകുക. വിഷു തൊട്ടിട്ട് കൊടിയേറ്റം കൊണ്ടിട്ട് 7 ദിവസത്തെ ഉത്സവം. അപ്പൊ നമ്മള് വിഷുവിന് ഇട്ട ഡ്രസ്സാണിത്. നമ്മളൊരുപോലെ ട്രെയിനിങ് ചെയ്ത് ഫുൾ വ്യൂ എന്തായാലും ഈ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യാ, ഡ്രസ്സിന്റെ കമന്റ് ചെയ്യണേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.